പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മുടെ കേരളത്തിൽ ലഹരി മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ 60% നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിലാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്ന ഭീകരമായ കണക്കുകൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി എന്തെന്ന്. നമ്മൾ ആലോചിച്ച് നോക്കി ഇത് പ്രോത്സാഹിപ്പിക്കണമെന്ന് നോക്കിക്കേ. ഇതൊരാളുടെ സ്വകാര്യ ഇഷ്യൂ അല്ലത്, ഇത് കുടുംബജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത് തലമുറകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു തിന്മയാണിത്. നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുക. ഇത് ധാരാളം കുട്ടികൾ ലഹരിയുടെ അടിമയായി കൊണ്ടിരിക്കുകയാണ്. ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കുട്ടികൾ അവരാണ് കൂടുതൽ ഇന്ന് കാണപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ഒരു നിയമമുണ്ട്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു നിയമമുണ്ട്. 18 വയസ്സ് കഴിയാതെ മദ്യം കുടിക്കുകയോ മദ്യം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമായ കുറ്റമാണ്. അത് അവർ വളരെ കർശനമായ രീതിയിൽ ശ്രദ്ധിക്കുന്നു. എന്താണ് അവരങ്ങനെ നിയമം ഉണ്ടാക്കാൻ കാരണം? 18 വയസ്സിന് മുമ്പ് മദ്യം ഉപയോഗിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് അവർ നിയമം ഉണ്ടാക്കുന്നത്? ആ നിയമം ഉണ്ടാക്കാൻ കാരണം ദീർഘനാളത്തെ പഠനത്തിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. അതായത് ഒരു 20-21 വയസ്സെങ്കിലും കഴിയാതെ നമ്മുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് അതൊരിക്കലും മച്ചുറാകുകയില്ല. അതിനു മുമ്പ് നമ്മുടെ തലയിലേക്ക് ഈ ലഹരി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ ഡിസോറിയൻറ്റേഷൻ സംഭവിക്കും, വ്യക്തിത്വം നശിക്കും, രാജ്യത്തിലെ പൗരന്മാർ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവർ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് നിയമമുള്ളത്? കുട്ടികളൊക്കെ അടിച്ച് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തലച്ചോറിലെ സെല്ലുകൾ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മൾ ഒരു പ്രാവശ്യമാണ് പോലെങ്കിലും മദ്യം ഉപയോഗിച്ചാൽ ഈ മദ്യത്തിൽ നിന്ന് അതിൻ്റെ ഫലമായി ഡോപ്പാമിൻ എന്ന് പറയുന്ന പ്ലഷർ കെമിക്കല് വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ തലയിലേക്ക് വരികയാണ്. അത് പ്ലഷർ കെമിക്കലാണ്, വലിയ അളവിലാണ് തലയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ തലയിൽ ഈ പ്ലഷർ കെമിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തിക്ക് മദ്യം കഴിക്കുന്നതിൽ മാത്രമായിരിക്കും പ്ലഷർ. മറ്റൊന്നിലും ആ വ്യക്തിക്ക് സന്തോഷമില്ല, പ്ലഷറും ഇല്ല. അങ്ങനെയാണ് ഇതിൽ അഡിക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് നമ്മുടെ കൺട്രോളിൻ്റെ പ്രശ്നമല്ലത്, ഇത് നമ്മുടെ ബോഡിയുടെ പ്രശ്നമാണ്. കാരണം ബോഡി അങ്ങനെയാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ബോഡിക്കകത്ത് വലിയ തോതിൽ ഡോപ്പാമിൻ എന്ന് പറയുന്ന കെമിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് മദ്യം കഴിക്കുന്നതിൽ മാത്രമേ സന്തോഷം ഉണ്ടാകുകയുള്ളൂ. ഉണ്ടോ? നമ്മളിത് വളരെ സൂക്ഷിക്കണം. ഇതിൻ്റെ പുറകെ എത്രയോ പേര് ഒരു 50-55 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. ലിവർ സിറോസിസായി, അങ്ങനെയായി, ഇങ്ങനെയായി. എത്രയോ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മുടെ തലയിലെ സെല്ലുകൾ നശിപ്പിക്കും. ഇതിനകത്ത് എന്ത് വിറ്റാമിനോ ഒന്നുമില്ല. തലയിലെ ബോധം പോകുന്നത് മാത്രമേ ഉള്ളൂ. എന്തിനാണ് നീ ദൈവം തന്ന ഈ ബോധം നശിപ്പിക്കുന്നത്? നമ്മുടെ തലച്ചോറ് നശിപ്പിക്കുക. അതിന് ഓരോ തലച്ചോറിലെ സെല്ലുകൾക്കെല്ലാം അതിൻ്റെതായ ഫങ്ഷനുണ്ട്. പല മദ്യപാനികളും ആ ലഹരി കഴിക്കുന്നത് പോലെ തനിക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അവരറിയുന്നില്ല. എന്നാൽ അവരോടൊപ്പം താമസിക്കുന്ന ഭാര്യ അതുപോലുള്ള ആളുകൾ അറിയുന്നു. അതുകൊണ്ടാണ് അവർ കുടിക്കല്ലേ 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 എന്ന് പറയുന്നത്. അതിന് പകരം നീ എന്ത് പോയി കഴിച്ചോ, ചോറോ എന്ത് വേണേലും വാങ്ങിച്ചോ, എന്ത് വേണേലും പോയി കഴിച്ചോ, ഈ സാധനം കഴിച്ച് തലച്ചോറ് നീ നശിപ്പിക്കരുത്. ചില ഭാഗത്ത് സെല്ലുകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി മുഴുവൻ ദുസ്വപ്നങ്ങൾ, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചിലർക്ക് ചെയ്യുമ്പോൾ ആ സെൻസ് അങ്ങ് നഷ്ടപ്പെടുകയാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരു 5 മാസത്തിന് മുമ്പ് ഇവിടെ വന്നൊരു യുവാവ്
ഞാനവരോട് പറഞ്ഞു, മോനെ ഇത് വളരെ ഗൗരവമുള്ള സംഭവമാണ്. നിൻ്റെ നേച്ചർ അനുസരിച്ച് വളരെ അപകടമാണ്. നീ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്താ ചെയ്യുന്ന എനിക്കൊരു പിടുത്തമുണ്ടായില്ല. അവിടെ വലിയ അപകടങ്ങൾ സംഭവിക്കും. നീ സൂക്ഷിക്കണം. നീ 2-3 ആഴ്ച ഇവിടെ നിന്ന് ധ്യാനം കൂടി നിർത്തിയിട്ട് വേണം പോകാൻ. എവിടെ ഒക്കെ നിന്നെന്ന് പറഞ്ഞ് പോയതാണ്. ഇവിടുന്ന് പോയാലും 4-ാം പൊക്കം ഈ തൃശ്ശൂർ ആരുമായിട്ട് അടിയുണ്ടാക്കി ഇപ്പം മറ്റൊരാളെ കുത്തി. ഇപ്പോൾ വിയൂർ ജയിലിൽ കിടപ്പുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ചില്ല, ദുഃഖമാണ്. ഓർത്തോട് ചെയ്യുന്നതല്ലത്. നമ്മുടെ ഈ സിസ്റ്റം പോയി കഴിഞ്ഞാൽ പോയില്ലേ. എന്തിനാണ് നമ്മൾ ഇതിട്ട് കളിക്കുന്നത്? എന്തിനാണ്? ഈ ഭൂമിയിൽ എത്രയോ സാധനങ്ങൾ നമുക്ക് തിന്നാനുണ്ട്. ഈ കണ്ട അവർ ഇതൊക്കെ ഉണ്ടാക്കിയത് മുഴുവൻ കെമിക്കലാണിത്. നമ്മുടെ കുട്ടികൾ പിന്നീട് ഒരു വീണ്ടും വിചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയതൊന്നും വീണ്ടെടുക്കാൻ പറ്റിയല്ല. പോയി കഴിഞ്ഞാൽ പോയി. അതാണ് ഹല്ലേലൂയ. അവിടെ ഉറച്ച ഒരു തീരുമാനം ഈ ധ്യാനത്തിലൂടെ എടുക്കുക. നമ്മുടെ കുടുംബത്തിൽ ഇത് കയറ്റരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കാണരുത്. ഹല്ലേലൂയ. ഇത് തിന്മയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇതിനെതിരെ പ്രാർത്ഥനയുണ്ടാകണം. കാരണം നമ്മുടെ നാട്ടിൽ ഇത് പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പ്രാർത്ഥനയുണ്ടാകണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.